കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത ചെറിയൊരു ഗ്രാമമാണ് പുന്യം. ഈ കൊച്ചു ഗ്രാമത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന ഒരു പ്രത്യേക സവിശേഷമായ ഒരു പരിപാടിയാണ് പുണ്യത്തങ്കം. ഇത് നേരിൽ കണ്ടവർ ആ ഗ്രാമത്തിലുള്ളവരൊഴികെ ബാക്കിയുള്ളവർ വളരെ ചുരുക്കമായിരിക്കുമെന്നതിനാൽ ഈ പുണ്യത്തങ്കത്തെ കുറിച്ചാണ് ഇത്തവണത്തെ വീഡിയോ. പുന്യം ഗ്രാമത്തിലെ ഏഴരക്കണ്ടം എന്ന വയലിൽ പ്രത്യേകമായി തയ്യാറാക്കിയ അങ്കത്തട്ടിൽ വെച്ച് നടക്കുന്ന ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന കളരി ആയോധന മുറകളുടെ പ്രദർശന ആഘോഷമാണ് പുണ്യത്തങ്കം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഏഴരക്കണ്ടത്തിനും അവിടുത്തെ അങ്കത്തട്ടിനും ഒരുപാട് ചരിത്ര സ്മരണകൾ. വടക്കേ മലബാറിലെ വടക്കൻ പാട്ടുകളിൽ, പ്രത്യേകിച്ച് തച്ചോളി പാട്ടുകളിൽ, തച്ചോളി ഉദയനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചരിത്രത്തിന്റെ സ്മരണകൾ തുടിക്കുന്ന ഒരു ഇടമാണ് ഏഴരക്കണ്ടം. ആയോധന കലയിലെ മഹാഗുരുവായ കതിരൂർ ഗുരുക്കളെ തച്ചോളി ഉദയനൻ തോൽപ്പിച്ച അംഗം നടന്നത് ഈ ഏഴരക്കണ്ടത്തിലെ അങ്കത്തട്ടിൽ വെച്ചാണ് എന്നാണ് ചരിത്രം പറയുന്നത്. 16-ാം നൂറ്റാണ്ടിൽ വടക്കേ മലബാറിലെ കടത്തനാട് പ്രദേശത്ത് ജീവിച്ചിരുന്ന ഇതിഹാസതുല്യനായ ഒരു കളരിപ്പറ്റ യോദ്ധാവായിരുന്നു തച്ചോളി ഉദയൻ. ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ഉദയനക്കുറുപ്പ് എന്നാണ്. ഉറുമി പ്രയോഗത്തിൽ ഉദയനെ വെല്ലാൻ വടക്കേ മലബാറിൽ ആരുമുണ്ടായിരുന്നില്ല. കതിരൂർ ഗുരുക്കളുമായി അംഗം കുറിച്ച തച്ചോളി ഉദയനൻ ഗുരുക്കളെ ഏഴരക്കണ്ടത്തിൽ വെച്ചാണ് അംഗത്തിൽ തോൽപ്പിച്ച് വധിച്ചത്. ഇത് സത്യത്തിൽ ഒരു ചതിപ്രയോഗമായിരുന്നു. പയ്യമ്പള്ളി ചന്തു പറഞ്ഞു കൊടുത്ത സൂത്രവിദ്യയായ പൂഴിക്കടകൻ പ്രയോഗിച്ച് ആണ് ഉദയനൻ മധുരൂർ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന കതിരൂർ ഗുരുക്കളെ വീഴ്ത്തിയത്. വിജയശ്രീ ലാളിതനായി കടത്തനാട്ടേക്ക് തിരിച്ചുപോയ ഉദയനൻ താൻ അങ്കത്തട്ടിൽ വെച്ച് മറന്നുപോയ ആയുധമെടുക്കാൻ തിരിച്ച് വരുന്ന വഴിയിൽ കതിരൂർ ഗുരുക്കളുടെ അനുയായിയായ ചുണ്ടങ്ങാപ്പൊയിൽ മായൻ പക്കി എന്നയാൾ മരത്തിനു മറന്നു നിന്ന് ഉദയനെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു എന്ന് വടക്കൻ പാട്ടിൽ പറയുന്നു. വെടിയേറ്റിട്ടും പിന്തിരിയാതെ ഉദയനൻ ഏഴരക്കണ്ടത്തിലെ അങ്കത്തട്ടിൽ എത്തിയാണ് മരിച്ചു വീണത് എന്നാണ് വടക്കൻ പാട്ടിലെ വായ്മൊഴി. കേവലം 32 വയസ്സ് മാത്രമുള്ളപ്പോഴായിരുന്നു വടകരക്കടുത്തുള്ള തച്ചോളി തറവാട്ടിലെ ഈ വീരയോദ്ധാവിന്റെ അന്ത്യം. ഈ അംഗത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് പുണ്യത്തങ്കം എന്ന പരിപാടിയിലൂടെ ആ നാട് ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ചരിത്രത്തിന്റെ ഒരു പുരസ്മരണ കൂടിയാണ് യഥാർത്ഥത്തിൽ പുണ്യത്തങ്കം. ഏഴരക്കണ്ടം വയലിലെ പഴയ അങ്കത്തട്ട് നിന്നിരുന്ന അതേ ഇടം അതുപോലെ തന്നെ സംരക്ഷിച്ച് പുതിയ അങ്കത്തട്ട് പണിതാണ് ഇപ്പോൾ വർഷങ്ങളായി പുണ്യത്തങ്കം എന്ന പേരിൽ കളരി അഭ്യാസ ആഘോഷം നാടിൻ്റെ ഒരു ജനകീയോത്സവമായി തന്നെ നടന്നു വരുന്നു. ചരിത്രത്തിലെ ഓർമ്മകളെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഏഴരക്കണ്ടത്തിലെ അങ്കത്തട്ട് ഇപ്പോൾ പുതിയ കാലത്ത് പുതിയ രീതിയിലുള്ള ആഘോഷ അഭ്യാസ വേദികളായി മാറുകയാണ്. കളരി ആയോധന കലയിലെ പുതിയ താരങ്ങളുടെ ഒരു പ്രദർശന തട്ടായി മാറിയിരിക്കുകയാണ് വർഷങ്ങളായി ഈ ഏഴരക്കണ്ടത്തിലെ അങ്കത്തട്ട്. ഇവിടെ എല്ലാ വർഷവും ഒരാഴ്ചക്കാലം കേരളത്തിലും പുറത്തും നമ്മുടെ രാജ്യത്തിന് പുറത്തുമുള്ള കളരി അഭ്യാസ സംഘങ്ങളുടെ പ്രദർശനവും സാംസ്കാരിക പരിപാടികളുമായി പുണ്യത്തിൻ്റെ രാത്രികളെല്ലാം ആഘോഷത്തിമുറിൽ അമരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല അങ്കത്തട്ടുകൾ എന്ന് തെളിയിക്കുന്നതാണ് പുണ്യത്തെ അങ്കത്തട്ടിലെ പ്രകടനങ്ങൾ. ധാരാളം സ്ത്രീകളും പെൺകുട്ടികളും യുവതികളുമെല്ലാം വളരെ വീറോടുകൂടി ആയോധന മുറകളിൽ ഏർപ്പെടുന്ന കാഴ്ച പുണ്യത്തങ്കത്തിന്റെ പ്രധാന സവിശേഷതയാണ്. പുണ്യത്തങ്കം നേരിൽ കാണാത്തവർക്കായി അതിലെ വീര്യമുള്ള വളരെ ആവേശകരമായ ആകാംക്ഷാഭരിതമായ ഒട്ടേറെ പ്രകടനങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ എന്തെങ്കിലും ഒരിക്കൽ ഒരു വർഷം പുണ്യത്തങ്കം നേരിൽ കാണാൻ നിങ്ങൾ ഉറപ്പായും പോകാൻ നിങ്ങൾക്ക് തോന്നും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ യാത്രാ ചാനലായ യാത്രികനിലേക്ക് ഇനിയും നിങ്ങൾക്ക് എത്തിച്ചേരാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് അഭ്യർത്ഥന. ഇനി നമുക്ക് പുണ്യത്തങ്കത്തിൻ്റെ അങ്കത്തട്ടിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം.
പുതിയൊരു ഉന്യാസിയാണ്.
നമുക്കായി കളർസംഘം നൽകിയിട്ടുള്ളത് ശ്രീ സുബ്ബലക്ഷ്മി. സുബ്ബലക്ഷ്മിയുടെ സ്പീക്കർ എന്ന പോരാട്ടമാണ് നമ്മൾ കണ്ടത്.